വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 38 മുതൽ 44 വരെയുള്ള തിരുവചനങ്ങൾ. അവനിങ്ങനെ പഠിപ്പിച്ചു: നിങ്ങൾ നിയമജ്ഞരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. നീണ്ട മേലങ്കികൾ ധരിച്ച് നടക്കാനും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനം സ്വീകരിക്കാനും സിനഗോഗുകളിൽ മുഖ്യസ്ഥാനങ്ങളും വിരുന്നുകളിൽ അഗ്രാസനങ്ങൾ ലഭിക്കാനും അവർ ആഗ്രഹിക്കുന്നു. എന്നാൽ അവർ വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുകയും ദീർഘമായി പ്രാർത്ഥിക്കുന്നുവെന്ന് നടിക്കുകയും ചെയ്യുന്നു. ഇവർക്ക് കൂടുതൽ കഠിനമായ ശിക്ഷാവിധി ലഭിക്കും. അവൻ ഭണ്ഡാരത്തിന് എതിർവശത്തിരുന്ന് ജനക്കൂട്ടം ഭണ്ഡാരത്തിൽ നാണയത്തൊട്ടുകൾ ഇടുന്നത് ശ്രദ്ധിച്ചു. പല ധനവാന്മാരും വലിയ തുകകൾ നിക്ഷേപിച്ചു. അപ്പോൾ ദരിദ്രയായ ഒരു വിധവ വന്ന് ഏറ്റവും വില കുറഞ്ഞ 2 ചെമ്പ് നാണയങ്ങൾ ഇട്ടു. അവൻ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ചു പറഞ്ഞു: സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ദരിദ്ര വിധവ മറ്റാരേക്കാൾ കൂടുതൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു. എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു. ഇവളാകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് തനിക്കുണ്ടായിരുന്നതെല്ലാം തൻ്റെ ഉപജീവനത്തിലുള്ള വക മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു. ദൈവമേ, സ്തുതിന് എനിക്ക് യോഗ്യമാകുന്നു. നമുക്കിരിക്കാം. മർക്കോസ് 12:38 മുതൽ 44 വരെയുള്ള വചനഭാഗത്ത് രണ്ടായിട്ട് തിരിക്കാം. ബൈബിളിലും അങ്ങനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. 12:38 മുതൽ 40 വരെ നിയമജ്ഞരെ വിമർശിക്കുന്നു എന്നാ ഇല്ലേ. 41 മുതൽ 44 വരെ വിധവയുടെ കാണിക്കുക. അങ്ങനെ രണ്ടായിട്ട് 2 ഭാഗമായിട്ട് തിരിച്ചിരിക്കുന്നു. നമ്മളും അങ്ങനെ തന്നെ 2 ഭാഗമായിട്ട് ഇതിന് തിരിക്കാൻ പോവുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആദ്യത്തെ ഭാഗം നിയമജ്ഞരെ വിമർശിക്കുന്നു, ആ ഒരു ഭാഗം എടുക്കുമ്പോൾ അവിടെ ഈശോ ഈ മർക്കോസ് 12 നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മർക്കോസ് 12 തുടങ്ങുന്നത് തന്നെ ആ അധ്യായം ആരംഭം മുതലേ ഈശോയുടെ പഠിപ്പിക്കലാണ്. ഈശോ പഠിപ്പിക്കുക ജനത്തെ. അങ്ങനെ പഠിപ്പിച്ച് ഏറ്റവും അവസാനം അതിൻ്റെ ക്ലൈമാക്സിൽ എത്തുമ്പോഴാണ് ഈശോ എന്ത് ചെയ്യുന്നത്? നിയമജ്ഞരെ വിമർശിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നിയമജ്ഞരെ വിമർശിക്കാനൊരു പ്രത്യേക കാരണമുണ്ട്. കാരണം എന്താ? കാരണം ഈ മർക്കോസ് 12-ലുണ്ട്. ആ ഈശോ ഇങ്ങനെ തുടക്കം തൊട്ടേ പഠിപ്പിച്ച് വരികയാണ്. പഠിപ്പിച്ച് അവസാനം വരുമ്പോൾ ഈ നിയമജ്ഞർ ഈശോയെ വാക്കിൽ കൊടുക്കാൻ നോക്കും. മനസ്സിലായോ? അതായത് ഉപവസിക്കണോ? ഇല്ലേ, നിൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നില്ല, യോഹന്നാൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ. അപ്പം യേശുവിൻ്റെ വചനം കേൾക്കാൻ അവർ വരുന്നുണ്ട്. പക്ഷേ അവർ യേശുവിൻ്റെ വചനമല്ല കേൾക്കുന്നത്. പിന്നെയോ, യേശുവിനെ എങ്ങനെ വാക്കിൽ കൊടുക്കാം, യേശുവിനെ എങ്ങനെ സമൂഹത്തിലൊന്ന് ചെറുതാക്കാം, അല്ലേ, യേശുവിനെ എങ്ങനെ ഉത്തരം മുട്ടിക്കാം, ഇതാണ് അവരുടെ ചിന്ത. അപ്പോൾ അതങ്ങനെ അവരിങ്ങനെ ഓരോരോ കൗണ്ടർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക നിയമജ്ഞർ വന്ന്. അവസാനം വന്നപ്പോഴാണ് ഈശോ എന്ത് ചെയ്യുന്നത്? ഇവരെ അങ്ങ് വിമർശിച്ചു. ഇവരെ അതായത് നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത്, ഇല്ലേ, നിങ്ങൾ ദൈവത്തെ അനുസരിക്കുന്നു എന്ന് പറയുകയും പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ദൈവസ്നേഹം ഇല്ലാതിരിക്കുകയും ചെയ്യുന്നു, ഇല്ലേ, അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അത് നമ്മൾ വായിക്കുമ്പോൾ അങ്ങനെ വായിക്കണം. അതായത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വായിക്കാം കേട്ടോ. അതായത് സിനഗോഗുകളും മുഖ്യസ്ഥാനങ്ങളും വിരുന്നുകളിൽ അഗ്രാസനങ്ങൾ ലഭിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. എന്നാൽ അവർ വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുകയും ദീർഘമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വേണേൽ അങ്ങനെ വായിക്കാം. അങ്ങനല്ല, ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈശോ യഥാർത്ഥത്തിൽ വിമർശിക്കുക. അതായത്, എടാ, നീയൊക്കെ വിധവകളുടെ ഭവനം വിഴുങ്ങിയില്ലേ, എന്നിട്ടാണ് എന്നെ പഠിപ്പിക്കാൻ വരുന്നത്? നീയൊക്കെ ദീർഘമായിട്ട് പ്രാർത്ഥിക്കുകയല്ലേ, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ദീർഘമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, എന്നിട്ടാണ് നീയൊക്കെ എന്നെ പഠിപ്പിക്കാൻ വരുന്നത്? മനസ്സിലായി? ആ ഒരു വിമർശനം എൻ്റെ പ്രിയമുള്ളവരെ ഈശോ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ നിയമജ്ഞരെ പറ്റി ഇതിനു മുമ്പും ഈശോ പറയുന്നുണ്ട്. മത്തായി 15:8 ഈശോ പറയുന്നുണ്ട് നിയമജ്ഞരെ പറ്റി. ഒന്ന് എടുക്കാമോ? ബൈബിൾ എടുക്കാമോ? മത്തായി 15:8. ഈ ജനം, അതായത് നിയമജ്ഞരെ പറ്റിയാ, ഈ ജനം അതരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ്. ഹല്ലേലൂയ. അപ്പോൾ കണ്ടോ, 15:1 15:1 ആരംഭിക്കുന്ന അങ്ങനെ. അനന്തരം ജെറുസലേമിൽ നിന്ന് ഫരിസേയരും നിയമജ്ഞരും യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. കണ്ടോ, എന്നിട്ട് ഈ യോഹന്നാൻ്റെ ശിഷ്യന്മാർ, ഇല്ലേ, നിൻ്റെ ശിഷ്യന്മാർ പൂർവികരുടെ പാരമ്പര്യം ലംഘിക്കുന്ന എന്തുകൊണ്ട്? ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് അവർ കൈ കഴുകുന്നില്ലല്ലോ. മനസ്സിലായോ? കുറ്റം പറയുക, കുറ്റപ്പെടുത്തുക. എങ്ങനെയെങ്കിലും യേശുവിനെ ഒന്ന് ചെറുതാക്കണം, അതാണ് അവർ ആഗ്രഹം. അപ്പോഴാണ് ഈശോ നിയമജ്ഞരെ നോക്കിക്കൊണ്ട് പറയുക, എന്താ? ഈ ജനം അതരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് അകലെയാണ്.
നമുക്ക്, അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തോടുള്ള നമ്മുടെ സംഭാഷണം ആണ് എന്ത്? പ്രാർത്ഥന. മനസ്സിലായോ? എന്നോടുള്ള ദൈവത്തിൻ്റെ സംഭാഷണമാണ് എന്ത്? വചനം. മനസ്സിലായോ? ദൈവത്തോട് എനിക്ക് സംസാരിക്കാനുണ്ട്, കുറേ കാര്യം എനിക്ക് പറയാനുണ്ട്, അതൊക്കെ എൻ്റെ പ്രാർത്ഥനയാണ്. അതേപോലെ തന്നെ മക്കളെ, ദൈവത്തിന് എന്നോട് എന്തൊക്കെയോ പറയാനുണ്ട്, അതാണ് വചനം. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ പ്രാർത്ഥന എനിക്ക് 2 രീതിയിൽ നടത്താം. മനസ്സിലായോ? 2 രീതിയിൽ നടത്താം. ഒന്ന്, എനിക്ക് അധരം കൊണ്ട് നടത്താം. 2 എന്താണെന്നറിയാമോ? എൻ്റെ ഹൃദയം കൊണ്ട് നടത്താം. ഇവിടെ നിയമത്തിനെ പറ്റി പറയുന്നത്, അവർ അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, പക്ഷേ ഹൃദയം എന്നിൽ നിന്ന് അകലെയാണ്. മനസ്സിലായോ? അപ്പോൾ 2 രീതിയിൽ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം, അല്ല 2 രീതിയിൽ നമുക്ക് കർത്താവിനെ ബഹുമാനിക്കാം. എന്താ? ഒന്ന്, എൻ്റെ അധരം, എൻ്റെ നാവ് കൊണ്ട് എനിക്ക് എൻ്റെ കർത്താവിനോട് പ്രാർത്ഥിക്കാം, കർത്താവിനെ ബഹുമാനിക്കാം, കർത്താവിനെ സ്നേഹിക്കാം. അതുപോലെ എൻ്റെ ഹൃദയം കൊണ്ടും എനിക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം, കർത്താവിനെ ബഹുമാനിക്കാം, എൻ്റെ കർത്താവിനെ എനിക്ക് സ്നേഹിക്കാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ എൻ്റെ പ്രിയമുള്ളവരെ? അധരം കൊണ്ടുള്ള പ്രാർത്ഥനയ്ക്ക് അഭിഷേകം കാണില്ല, എന്നാൽ ഹൃദയം കൊണ്ടുള്ള പ്രാർത്ഥനയ്ക്ക് അഭിഷേകം ഉണ്ടാകും. അധരം കൊണ്ടുള്ള പ്രാർത്ഥന കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് മടുക്കും, എന്നാൽ ഹൃദയം കൊണ്ടുള്ള പ്രാർത്ഥനയുണ്ടല്ലോ, അത് നമുക്ക് ഒരിക്കലും മടുപ്പുണ്ടാവില്ല. അധരം കൊണ്ടുള്ള എൻ്റെ പ്രാർത്ഥന കുറച്ച് കഴിയുമ്പോൾ എൻ്റെ ശരീരം തളരും, എന്നാൽ ഹൃദയം കൊണ്ടുള്ള എൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എന്നെ ഉയർത്തും. ഹല്ലേലൂയ! മനസ്സിലായോ? അധരോ ഹൃദയം മനസ്സിലായോ? 2 തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എൻ്റെ പ്രിയമുള്ള മക്കളെ, നമ്മൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാ? അധരം കൊണ്ടാണോ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അധരം കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും, അതുപോലെ ഹൃദയം കൊണ്ടും പ്രാർത്ഥിക്കാൻ കഴിയും. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ തിരിച്ചറിയണം നമ്മുടെ പ്രാർത്ഥന എങ്ങനെയാ. കുറേ അധര വ്യായാമമാണോ നമ്മൾ നടത്തുന്നത്? കൊണ്ട് കുറേ വാക്കുകൾ പറയുന്നതാണോ നമ്മുടെ പ്രാർത്ഥന? അല്ലേ? കൊണ്ട് കുറേ പ്രാർത്ഥിച്ചിട്ട് ഒരു പ്രയോജനം കിട്ടില്ല പ്രിയമുള്ളവരെ. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആ പ്രാർത്ഥന വരണം. ഹല്ലേലൂയ! ജെറമ്യ 7:1 മുതൽ ജെറമ്യ 7:1 മുതൽ നമുക്കൊന്ന് എടുക്കാം. അപ്പോൾ അതിൽ തുടങ്ങുന്ന എങ്ങനെയാണ്? കർത്താവ് ജെറമ്യയോട് അരുളി ചെയ്യുകയാണ്. അപ്പോൾ പറയുകയാണ്, കർത്താവ് ജെറമ്യയോട് അരുളി ചെയ്തു, നീ കർത്താവിൻ്റെ ആലയത്തിൻ്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് ഇങ്ങനെ വിളംബരം ചെയ്യുക. മനസ്സിലായോ? അതായത് ജെറമ്യ, എൻ്റെ കുറച്ച് ജനം, ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ജനം, അവർ കർത്താവിൻ്റെ ആലയത്തിലുണ്ട്. മനസ്സിലായോ? അവർ കർത്താവിൻ്റെ ആലയത്തിലുണ്ട്, എൻ്റെ ആലയത്തിലുണ്ട്. നീ എന്ത് ചെയ്യണം? നീ അവർ ആ ആലയത്തിൽ ചെന്നിട്ട് ആലയത്തിനകത്ത് കയറരുത്. പിന്നെയോ, നീ വാതിൽക്കൽ നിൽക്കണം. വാതിൽക്കൽ നിന്നിട്ട് നീ പറയണം, നീ കർത്താവിൻ്റെ ആലയത്തിൻ്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് ഇങ്ങനെ വിളംബരം ചെയ്യണം. മനസ്സിലായോ? അതാണ് താഴോട്ട് പറയുന്നത്. അതിൽ വീണ്ടും നമ്മൾ 7:4 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, കർത്താവിൻ്റെ ആലയം, കർത്താവിൻ്റെ ആലയം, കർത്താവിൻ്റെ ആലയം എന്ന പൊള്ള വാക്കുകളിൽ ആശ്രയിക്കരുത്. നിങ്ങളുടെ മാർഗങ്ങളും പ്രവൃത്തികളും തിരുത്തിയാൽ, അയൽക്കാരനോട് യഥാർത്ഥമായ നീതി പുലർത്തിയാൽ, പരദേശിയെയും അനാഥനെയും വിധവയെയും ചൂഷണം ചെയ്യാതെയും ഇവിടെ നിഷ്കളങ്ക രക്തം ചിന്താതെയും ഇരുന്നാൽ, നിങ്ങളുടെ തന്നെ നാശത്തിന് അന്യദേവന്മാരുടെ പിറകെ പോകാതിരുന്നാൽ, ഇവിടെ നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ നൽകിയ ഈ ദേശത്ത് എന്നേക്ക് വസിക്കാൻ ഞാൻ നിങ്ങളെ അനുവദിക്കും. മനസ്സിലായോ? അപ്പോൾ കർത്താവ് ജെറമ്യ വഴി ജനത്തോട് പറയാം, നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, നിങ്ങൾ അന്യദേവന്മാരെ ആരാധിക്കുന്നു, നിങ്ങൾക്ക് അയൽക്കാരനോട് സ്നേഹമില്ല, പിന്നെന്താ പറയുന്നത്? നിങ്ങൾ പരദേശിയെയും അനാഥനെയും വിധവയെയും നിങ്ങൾ കഷ്ടപ്പെടുത്തുന്നു, അവരെ നിങ്ങൾ പീഡിപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അവസാനം 7:16 പറയുന്നുണ്ട്, ഈ ജനത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കരുത്, അവർക്ക് വേണ്ടി നിലവിളിക്കുകയോ യാചിക്കുകയോ വേണ്ട, അവർക്ക് വേണ്ടി എൻ്റെ മുമ്പിൽ നീ മധ്യസ്ഥം പറയരുത്, ഞാൻ നിന്റെ അപേക്ഷ കേൾക്കുകയില്ല. മനസ്സിലായോ? ഇത് തുടങ്ങുന്നത് എങ്ങനെയാ? കർത്താവിൻ്റെ ആലയം, കർത്താവിൻ്റെ ആലയം, കർത്താവിൻ്റെ ആലയം. വന്ന് പള്ളി കയറിയിട്ടാ പറയുന്നത്, എൻ്റെ കർത്താവിൻ്റെ പള്ളി, എൻ്റെ കർത്താവിൻ്റെ പള്ളി, എൻ്റെ കർത്താവിൻ്റെ ആലയം. പക്ഷേ ഉള്ളിൽ മുഴുവൻ പാപമാണ്.
മനസ്സിലായോ? ഉള്ളിൽ മുഴുവൻ പാപവും വെച്ചിട്ട് പള്ളിക്കകത്തിരുന്നു എൻ്റെ കർത്താവിൻ്റെ ആലയം, എൻ്റെ കർത്താവേ നിൻ്റെ ആലയം, ഇതെല്ലാം നിങ്ങൾ പറയുകയാണ്, ഇതെല്ലാം നിങ്ങൾ പറയുന്നുണ്ട്, എന്നിട്ടും പറയും ഇതെൻ്റെ കർത്താവിൻ്റെ ആലയമെന്ന്. അങ്ങനെ പറയുന്ന ജനമേ, ജെറമ്യ വഴി കർത്താവ് നിങ്ങളോട് പറയുക, ഈ ജനത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കരുത്, അവർക്ക് വേണ്ടി നീ നിലവിളിക്കുകയോ യാചിക്കുകയോ വേണ്ട, അവർക്ക് വേണ്ടി എൻ്റെ മുമ്പിൽ നീ മധ്യസ്ഥം പറയരുത്, ഞാൻ നിൻ്റെ അപേക്ഷ കേൾക്കില്ല. അതാ പറയുന്നേ. എൻ്റെ പ്രിയമുള്ളവരെ, ഹൃദയത്തിൽ പാപം വെച്ചുകൊണ്ട് എൻ്റെ അധരം കൊണ്ട് ഞാൻ എത്ര സ്തുതിച്ചാലും ആ സ്തുതിപ്പ് സ്വർഗത്തിൽ എത്തണമെന്നില്ല. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമുക്ക് രണ്ട് രീതിയിൽ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ, അധരം കൊണ്ടും പ്രാർത്ഥിക്കാം, ഹൃദയം കൊണ്ടും പ്രാർത്ഥിക്കാം. എൻ്റെ പ്രിയമുള്ളവരെ, അധരം കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എൻ്റെ ഉള്ളിൽ പാപമുണ്ടെങ്കിൽ ഒരിക്കലും ആ പ്രാർത്ഥനയ്ക്ക് സ്വർഗം ഉത്തരം തരില്ല. ഹൃദയത്തിൽ നിന്ന് വേണം എൻ്റെ പ്രാർത്ഥന ഉയരേണ്ടത്. ഹല്ലേലൂയ, ഹൃദയത്തിൽ നിന്ന് എൻ്റെ പ്രാർത്ഥന ഉയരണം. മനസ്സിലായോ? നമ്മൾ പലപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ പലപ്പോഴും കുമ്പസാരിക്കാറുണ്ടല്ലേ? കുമ്പസാരിക്കാറുണ്ട്. കുമ്പസാരം നിങ്ങളുടെ ജീവിതത്തിൽ, എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഫലപ്രദമാകുന്നത് എപ്പോഴായിരിക്കും? കുമ്പസാരിക്കുന്നുണ്ട് നമ്മൾ. കുമ്പസാരം അതെ, പാപം ചെയ്യാതിരിക്കുമ്പോഴോ, അതായത് ഞാൻ കുമ്പസാര കൂട്ടിൽ ഏതൊക്കെ പാപമാണോ പറഞ്ഞത്, ആ പാപം ഞാനിനി അടുത്ത കുമ്പസാരത്തിൽ പറയാതിരിക്കത്തക്കവണ്ണം ഞാൻ ചെയ്യാതിരിക്കുന്നതാ. അതാണ് എൻ്റെ കുമ്പസാരം ഫലപ്രദമാകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ കുമ്പസാരത്തിൽ പറയാണ്, ഞാൻ എൻ്റെ ഭാര്യയെ ചീത്ത വിളിച്ചു എന്ന് ഒരു ചേട്ടൻ പറഞ്ഞാൽ കുമ്പസാര കൂട്ടിൽ നിന്ന് അച്ഛൻ പറയാം, ഈശോ പറയാ കൊള്ളാം, വളരെ നന്നായിരിക്കുന്നു, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറയുമോ? ഇല്ലല്ലോ. പിന്നെന്താ പറയുന്നത്? ഇനി വിളിക്കരുത്, ഇല്ലേ? ഇനി വിളിക്കരുത്. കാരണം എന്താ? കാരണം ഞാൻ ഈ നാവ് കൊണ്ടാണ് ഞാൻ എൻ്റെ ഈശോയെ എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നത്. ഹല്ലേലൂയ, ഇല്ലേ? വിശുദ്ധ കുർബാന വൈദികൻ നിങ്ങളുടെ അടുക്കലേക്ക് നീട്ടുമ്പോൾ നിങ്ങൾ നാവ് നീട്ടി ഈശോയെ സ്വീകരിക്കുക. ഈശോ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന ഈ നാവ് കൊണ്ട് നിങ്ങളുടെ നാവിന് ചേരാത്ത, പാപത്തിലേക്ക് നയിക്കുന്ന, അതായത് ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത പദപ്രയോഗങ്ങൾ ഉപയോഗിക്കരുത്. അത് കുമ്പസാര കൂട്ടിലിരിക്കുന്ന ഈശോ നിങ്ങളോട് പറയുമ്പോൾ അത് പറഞ്ഞ് പാപമോചനം പ്രാപിച്ചിട്ട് തിരിച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വീണ്ടും അതേ ജീവിതമാണ് നയിക്കുന്നതെങ്കിലോ പിന്നെ എങ്ങനെ? എൻ്റെ പ്രിയമുള്ളവരെ, കുമ്പസാരത്തിലൂടെ ലഭിച്ച ഈ പാപമോചനമായ ഈ കൃപ നിങ്ങളിൽ ഫലിക്കും. മനസ്സിലായോ? ഇത് നിങ്ങളോട് മാത്രമല്ല, എന്നെ കാണുന്ന, ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും ഞാൻ പറയുന്നതാണ്. അത് എൻ്റെ ജീവിതമാണെങ്കിലും നമ്മളൊരിക്കലും നമ്മൾ പലപ്പോഴും നമ്മൾ തീരുമാനമൊക്കെ എടുക്കുന്നുണ്ട് പ്രിയമുള്ളവരെ. ആ തീരുമാനം, നല്ല തീരുമാനം എടുക്കുമ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളത് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണം. ഹല്ലേലൂയ, ജീവിതത്തിൽ പ്രവർത്തിക്കണം. നമ്മൾ കുർബാന കാണുന്നുണ്ട് അല്ലേ? കുർബാന കണ്ടിട്ട് ഞാൻ പലപ്പോഴും എൻ്റെ പള്ളി പറയാറുണ്ട്, പലപ്പോഴും നമ്മൾ കുർബാന സ്വീകരിക്കുന്ന എന്തിനാ? വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന എന്തിനായിരിക്കും? ഈശോയുടെ കൂടെ ഒന്നായി തീരാൻ ആണോ? വേറെ എന്തെങ്കിലും ഉത്തരവുണ്ടോ? കുർബാന സ്വീകരിക്കുന്നത്, എൻ്റെ ഉത്തരം പറയട്ടെ, ഈശോ ആകാൻ തന്നെയാണ്. ഈശോ ആകാൻ തന്നെ കുർബാന സ്വീകരിക്കുന്നത്. മനസ്സിലായോ? ഈശോ ആയാൽ മാത്രമേ ഈശോ ഈ ജീവിച്ച് കാണിച്ച കാര്യങ്ങൾ എനിക്ക് ജീവിക്കാൻ പറ്റൂ. എന്നാൽ ഞാൻ കുർബാന സ്വീകരിച്ചിട്ട് ഒരു പിശാചിനെയും കൊണ്ടാണ് വന്നത്, തിരിച്ച് 7 എണ്ണത്തെ കൊണ്ടാണ് പോകുന്നെങ്കിലോ എന്തെങ്കിലും പ്രയോജനമുണ്ടോ നമ്മുടെ ജീവിതത്തിൽ? ഇല്ല. അതാ പറയുന്നത്, നമ്മൾ കുർബാന സ്വീകരിക്കുന്നത് ഈശോ ആകാൻ വേണ്ടി. ഈശോ ആകുക എന്ന് പറഞ്ഞാൽ ഈശോ എനിക്ക് കാണിച്ചു തന്ന ഒരു മാതൃകയുണ്ട്. ഈ പുസ്തകം അതാ കാണിച്ചു തരുന്നത്, ഒരു മാതൃകയുണ്ട്. ആ മാതൃക ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണിക്കണം. മനസ്സിലായോ? എൻ്റെ പ്രിയമുള്ളവർ, അത് നമ്മളെല്ലാവരും ജീവിതത്തിൽ അത് ചെയ്യണം. അതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. ഹല്ലേലൂയ, ഒരു ക്രിസ്തീയ ജീവിതം അതാണ്. ക്രിസ്ത്യാനി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ക്രിസ്ത്യാനി, ക്രിസ്തുവിനെ അനുഗമിക്കുക ഇല്ലേ? ക്രിസ്തുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തു എന്തൊക്കെ ചെയ്തോ അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരംശമെങ്കിലും ചെയ്യാൻ നീ കഴിയണം. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അധരം കൊണ്ട് നമുക്ക് ദൈവത്തെ കുറേ സ്തുതിക്കാം, പക്ഷേ ഹൃദയത്തിൽ നിന്ന് വരുന്നില്ലെങ്കിൽ ആ അധരം കൊണ്ടുള്ള സ്തുതിപ്പ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മടുക്കും. കേൾക്കുന്നവർക്കും മടുപ്പ് വരും, നമുക്കും മടുപ്പ് വരും. മനസ്സിലായോ? അതൊരിക്കലും അങ്ങനെ ഉണ്ടാകരുത്. ഇനി രണ്ടാമത് എന്താ അറിയാമോ? ഹൃദയം കൊണ്ടുള്ള സ്തുതിപ്പ്. ഹൃദയം കൊണ്ട്
ഹൃദയം കൊണ്ടുള്ള സ്തുതിപ്പ് എന്ന് പറയുമ്പോൾ, അതായത് 1 സാമുവേൽ 1:13 ഒരു സംഭവം കാണിക്കുന്നുണ്ട്. 1 സാമുവേൽ 1:13 ഒന്നെടുക്കാമോ? ഞാൻ വായിച്ചോളാം. അവിടെ എൽക്കാന എന്ന ഒരു പുരോഹിതനുണ്ട്. ആ പുരോഹിതന് 2 ഭാര്യമാരാണ്. ആരൊക്കെയെന്നറിയാമോ? ഹന്നായും പെനീനായും. പെനീനായ്ക്ക് മക്കളുണ്ട്, ഹന്നായ്ക്ക് മക്കളില്ല, കുഞ്ഞുങ്ങളില്ല. അപ്പോൾ ഹന്ന നാളുകളായിട്ട് കർത്താവിൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കുന്നൊരു വിഷയമാണ്, എനിക്കൊരു കുഞ്ഞിനെ വേണം. അപ്പോൾ ഹന്നായുടെ പ്രാർത്ഥന രീതി എന്താണെന്ന് 1 സാമുവേൽ 1:13 വായിക്കാമോ? 1 സാമുവേൽ 1:13. അവൾ കിട്ടിയില്ലേ? പോയോ? ഞാൻ വായിക്കാം. അവൾ ഹൃദയത്തിൽ സംസാരിക്കുകയായിരുന്നു, അതരം മാത്രമേ ചലിച്ചിരുന്നുള്ളൂ. അതാ പറയുന്നത് ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥന. മനസ്സിലായോ? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് പ്രാർത്ഥന ഉയരേണ്ടത്. വചനം പറയുകയാ, അവൾ ഹൃദയത്തിലാണ് സംസാരിച്ചത്. ആരുമായിട്ടാ? കർത്താവുമായിട്ട് ഹൃദയത്തിൽ സംസാരിച്ചു. അവൾ അതരം അനങ്ങുന്നുണ്ട്, അതരം ചലിക്കുന്നുണ്ട്. ഹൃദയത്തിൽ നിന്ന് അവൾ സംസാരിച്ചു. അവളുടെ അതരം മാത്രമേ അനങ്ങിയിരുന്നുള്ളൂ. അതരം മാത്രമേ അനങ്ങിയിരുന്നുള്ളൂ. ഇവരുള്ളവരാതെ പറഞ്ഞു, നമ്മുടെ ഹൃദയത്തിൽ ഒരിക്കലും പാപം കൂട്ടി വെക്കരുത്. ഹൃദയത്തിൽ ഒരിക്കലും ദൈവനിഷേധം വെക്കരുത്. എൻ്റെ ഹൃദയത്തിൽ ഒരിക്കലും മറ്റുള്ളവരുള്ള വെറുപ്പ് സമ്പാദിച്ച് വെക്കരുത്. അങ്ങനെ ഞാൻ ജീവിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഹൃദയത്തിൽ നിന്നൊരിക്കലും പ്രാർത്ഥന ഉയരില്ല. അതരത്തിൽ നിന്ന് ഉയരും. എൻ്റെ വായു വഴി എനിക്ക് എന്തും പറയാൻ പറ്റും, പക്ഷേ ഉള്ളിൽ നിന്ന് വരുന്നില്ല. മനസ്സിലായോ? ഉള്ളിൽ നിന്ന്. പലപ്പോഴും നമ്മൾ ഒരു പാട്ടുണ്ടല്ലോ, അതായത് എന്താ ഇങ്ങനെ ഈയിടയ്ക്ക് ഇറങ്ങിപ്പെട്ട ചങ്കാണ് എൻ്റെ ഈശോ, ഇല്ലേ? ചങ്കാണ് എൻ്റെ ഈശോ. അൽഫോൺസ് അച്ഛാ, പാടാനൊക്കെ എളുപ്പമാണ്. ചങ്കാണ് എൻ്റെ ഈശോ പാടാൻ എളുപ്പമാണ്, എഴുതാൻ എളുപ്പമാണ്. പക്ഷേ ചങ്കിലാണോ എൻ്റെ ഈശോ ഉള്ളത്? നമ്മൾ ചിന്തിക്കണം കേട്ടോ. ചങ്കിലുണ്ടോ? ഇവിടെ ഉണ്ടോ? എൻ്റെ പ്രിയമുള്ളവരെ, അത് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. ഇവിടെ പ്രഭാഷകൻ 38:10 ഒന്നെടുക്കാമോ? പ്രഭാഷകൻ 38:10. നീ തെറ്റുകൾ തിരുത്തി നേരായ മാർഗത്തിലേക്ക് തിരിയുകയും ഹൃദയത്തിൽ നിന്ന് പാപം കഴുകി കളയുകയും ചെയ്യുക. കണ്ടോ, നമ്മുടെ ജീവിതത്തിൽ പാപം കുടികൊള്ളുന്നത് നമ്മുടെ ഹൃദയത്തിലാണ് മക്കളെ, ഹൃദയത്തിലാണ്. മനസ്സിലായി? ഈ ഹൃദയത്തിൽ നിന്ന് എന്ത് ചെയ്യണം? പാപം കഴുകിക്കളയണം. അതിനെന്താ? നീ തെറ്റുകൾ തിരുത്തണം. അതായത് എൻ്റെ ഹൃദയത്തിലുള്ള വെറുപ്പ് ഞാൻ കളയണം. എൻ്റെ ഹൃദയത്തിലുള്ള ദൈവനിഷേധം ഞാൻ കളയണം. എൻ്റെ ഹൃദയത്തിൽ നിന്ന് എല്ലാ പാപത്തിലേക്കും നടക്കുന്ന വഴികൾ ഞാൻ അടയ്ക്കണം. അങ്ങനെ അടച്ച് ഞാൻ തെറ്റ് തിരുത്തി എൻ്റെ പാപങ്ങളെല്ലാം എൻ്റെ ഹൃദയത്തിൽ നിന്ന് പാപം കഴുകി കളയണം. മനസ്സിലായോ? വീണ്ടും ജെറമ്യ 4:14. ജെറമ്യ 4:14 ഒന്നെടുക്കാമോ? ജെറുസലേമേ, നിന്റെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കഴുകി കളയുക, എന്നാൽ നീ രക്ഷപ്പെടും. എത്ര നാളാണ് നീ ദുഷിച്ച ചിന്തകളും പേറി നടക്കുക? കണ്ടോ, വചനം പറയുക, ജെറുസലേമേ. ജെറുസലേമിനോട് കർത്താവ് പറയുക, ഈ ജെറുസലേം എന്ന ആ ഒരു പേരിൽ നമ്മുടെ ഓരോരുത്തരുടെയും പേര് ചേർക്കണം. അൽഫോൺസ് അച്ഛാ, അല്ലെ സിസ്റ്ററെ, അങ്ങനെ ഓരോ പേര് ചേർക്കണം. സിസ്റ്ററിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, പറയണോ? വേണ്ട. ഓരോ നമ്മുടെ പേര് ചേർത്തിട്ട് ഈ വചനം വായിക്കണം. എന്നിട്ട് പറയണം, നിന്റെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കഴുകി കളയുക, എന്നാൽ നീ രക്ഷപ്പെടും. എത്ര നാളാണ് നീ ദുഷിച്ച ചിന്തകളും പേറി നടക്കുക? മനസ്സിലായോ? ഹൃദയം നിർമ്മലമായാൽ മാത്രമേ നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥന അതരം വഴി പുറത്തേക്ക് വരുമ്പോൾ അത് സ്വർഗത്തിലെത്തുകയുള്ളൂ. മനസ്സിലായി? നമുക്ക് നമ്മുടെ വാ കൊണ്ടാണ് സംസാരിക്കാൻ പറ്റുന്നില്ലേ? നമ്മുടെ വാ കൊണ്ടാണ് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നേ. പക്ഷെ ആ പ്രാർത്ഥന ഹൃദയത്തിൽ നിന്ന് വരണമെന്നാണ് പറയുന്നത്. ഹൃദയത്തിൽ പ്രാർത്ഥന വരണം. ആ പ്രാർത്ഥന എൻ്റെ അതരം വഴി പുറത്തേക്ക് വന്നു, അത് സ്വർഗത്തിലെത്തും. എന്നാൽ ഹൃദയത്തിൽ നിന്ന് വരുന്നില്ല, അതരത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ അത് ഒരിക്കലും സ്വർഗത്തിലെത്തില്ല. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഹൃദയത്തിൽ പ്രാർത്ഥന വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഹൃദയത്തിൽ പാപമില്ലാതിരിക്കണം, ഉള്ളിൽ പാപമില്ലാതിരിക്കണം. എന്നിട്ട് ആരെ വസിപ്പിക്കണം? അവിടെ ഈശോയെ വസിപ്പിക്കണം. ഹല്ലേലൂയ. മനസ്സിലായോ? അപ്പം നിങ്ങൾക്ക് അറിയാം, കാര്യങ്ങളൊക്കെ അറിയാം.
അല്ലേ? ഓക്കെ. അപ്പം ഈശോയെ വസിപ്പിക്കണം. അതാണ് മത്തായി 5:8 വചനം പറയുന്നത്. എന്താ? മത്തായി 5:8. നമ്മളിങ്ങനെ പുതിയ നിയമം പഴയ നിയമം വീണ്ടും പുതിയ നിയമം പഴയ നിയമം ഓടി പോകും. ബൈബിൾ മൊത്തം നമ്മൾ മറിക്കുന്നു. നോക്കിയോ. മത്തായി 5:8 പറയുന്നുണ്ട്. എങ്ങനെ? ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അല്ലേ? ഈശോ എന്താ പറഞ്ഞത്? എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നു. അപ്പോൾ ഹൃദയത്തിൽ വസിക്കുന്ന ഈശോയെ ഞാൻ കാണുമ്പോൾ ആരെ തന്നെ കാണും? ദൈവത്തെ കാണും. അതാ പറയുന്നത് മത്തായി 5:8, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അത് മക്കളെ, എൻ്റെ മക്കളെ, ഈശോയെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കണം. പാപങ്ങളെല്ലാം കളയണം. മനസ്സിലായി? പാപങ്ങൾ കളയണം. ഹൃദയത്തെ വിശുദ്ധമായി നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ വിശുദ്ധ കുർബാനയിൽ ഒരു ആശീർവാദം ഉണ്ടല്ലോ, അവസാനത്തെ ആശീർവാദം എങ്ങനെയാ? എങ്ങനെയാ? സഹോദരങ്ങളും വാത്സല്യഭാജനങ്ങളുമേ, കർത്താവിൻ്റെ പാപപരിഹാരപ്രദമായ പരിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ച അനുഗ്രഹത്തോടും യാത്രാ ഭക്ഷണത്തോടും കൂടെ അടുത്ത എന്താ? പരിശുദ്ധ തൃത്വത്തിൻ്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി. ഇല്ലേ? പരിശുദ്ധ തൃത്വത്തിൻ്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി. അടുത്ത എന്താ പറയുന്നേ? ഞങ്ങൾ. അച്ഛനാണ് പറയുന്നതെങ്കിലും ആ വാക്കെങ്ങനാ? ഞങ്ങൾ നിങ്ങളെ പരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടു കൂടെ പോവുക. ഇല്ലേ? അപ്പോൾ എന്തിൻ്റെ കൃപയും കരുണയും പ്രാപിച്ചുകൊണ്ട് പോകാനാ പറയുന്നേ? പരിശുദ്ധ തൃത്വത്തിൻ്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി. ഇല്ലേ? ഞങ്ങൾ നിങ്ങളെ പരമേൽപ്പിക്കുന്ന ഈ സമയത്ത്. അതാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞത്. വിശുദ്ധ കുർബാനയിലൂടെ ഞാൻ ഈശോയെ സ്വീകരിക്കുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധ തൃത്വത്തിൻ്റെ കൃപയും കരുണയും സ്വീകരിക്കുവാൻ നിന്നെ യോഗ്യനാക്കുകയാ. അങ്ങനെ യോഗ്യനാക്കിയ നിന്നെ അവിടുത്തെ ആശീർവാദം തന്നു വിടുന്നത്, അവസാനത്തെ ആശീർവാദം. ഇല്ലേ? ഞങ്ങൾ നിങ്ങളെ ഫലമേൽപ്പിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളെ ഫലമേൽപ്പിക്കുന്നു. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ? പരിശുദ്ധ തൃത്വം, പിതാവായ ദൈവം, പുത്രനായ യേശു, പരിശുദ്ധാത്മാവ്, പരിശുദ്ധ തൃത്വം മൂന്നും ഒന്നിച്ച് നിങ്ങളോട് പറയാ, ഞങ്ങൾ നിങ്ങളെ ഫലമേൽപ്പിക്കുന്ന സമയത്ത് മക്കളെ നീ സമാധാനത്തോടെ പൊയ്ക്കോ. ആ കൃപയും കരുണയും എനിക്ക് സ്വീകരിക്കാൻ കഴിയാത്തതിന് കാരണം എന്താ? ഞാൻ കുർബാന സ്വീകരിക്കുന്നുണ്ട്, പക്ഷേ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഉള്ളിൽ പാപമുള്ളതുകൊണ്ടാണ്. മനസ്സിലായോ? അതുകൊണ്ട് ഹൃദയവിശുദ്ധി ഉണ്ടാകണം. ഇനി രണ്ടാമത്, ഈ ഒരു വചനഭാഗം നമുക്ക് ഈ ഇന്നത്തെ വചന ശുശ്രൂഷ രണ്ടാമത്തെ ഭാഗമാണ്. ഏതാ? വിധവയുടെ കാണിക്ക. ആദ്യത്തെ കഴിഞ്ഞു, നിയമജർ വിമർശിക്കുന്ന കഴിഞ്ഞു. രണ്ടാമത് വിധവയുടെ കാണിക്ക. എനിക്ക് ഈ വിധവയുടെ കാണിക്ക ഇത് വായിക്കുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് എപ്പോഴും എൻ്റെ ബാച്ചിലുള്ളൊരു അച്ഛനെ ഓർമ്മ വരും. ദൈവമേ, ഇത് കാണുമ്പോൾ അച്ഛൻ ഉറപ്പായിട്ട് കാണും. ബാച്ചിലൊരു അച്ഛൻ എനിക്ക് ഓർമ്മ വരും. കാരണം അച്ഛൻ ബൈബിളിൽ ഏത് വിഷയം പ്രസംഗിച്ചാലും അവസാനം വിധവയുടെ കാണിക്കകൾ എത്തും. അത് ഒരു സത്യം പറഞ്ഞാൽ ഭയങ്കര കഴിവാട്ടോ. യേശു കുരിശിൽ മരിച്ചത് പറഞ്ഞാലും അതിനകത്തൊരു വിധവയുടെ കാണിക്ക വരും. അത് ഭയങ്കര കഴിവാണ് സത്യം പറഞ്ഞാൽ. അത് ചുമ്മാ പറയത്തില്ല, അത് ആ സംഭവമായിട്ട് അത് ബന്ധപ്പെടുത്തും. അതെങ്ങനെയെങ്കിലും അത് സംഭവമായിട്ട് അതിനെ ഒന്ന് കൂട്ടും. അതൊക്കെ ഭയങ്കര ദൈവത്തിൻ്റെ ഒരു ഗിഫ്റ്റാണ് കേട്ടോ. അപ്പോൾ എനിക്ക് വിധവയുടെ കാണിക്ക ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും ഈ അച്ഛനെ ഓർമ്മ വരും. അപ്പം ഈ വിധവയുടെ കാണിക്ക ഇവിടെ ഇല്ല, ഈശോ ജെറുസലേം ദേവാലയത്തിൻ്റെ ഭണ്ഡാരത്തിലിരിക്കുന്നു. ഭണ്ഡാരത്തിലല്ലോ, ഭണ്ഡാരത്തിനടുത്ത് അല്ലേ, ഇങ്ങനെ ജനം ഇങ്ങനെ ഭണ്ഡാരത്തിൽ പണം നിക്ഷേപിക്കുന്നത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഒരു പാവപ്പെട്ട വിധവ വന്നിട്ട് 2 ചെമ്പ് നാണയം ഇടുന്നു. അപ്പോൾ എനിക്ക് ഇത് വായിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ദൈവത്തോട് ചെറിയൊരു ദേഷ്യം തോന്നി. എന്താണെന്നറിയാമോ? അതായത് ഞാനിത് ഇന്നലെ ഇത് വായിച്ച് ഒരുങ്ങുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഒരു ദേഷ്യം, ദൈവത്തോട് ചെറിയൊരു ദേഷ്യം, പിണക്കം. പക്ഷേ ഇപ്പോൾ ഇല്ല. അതെന്താ അറിയോ? ഇത് നമുക്കറിയാം, നിയമജ്ഞരെ പറ്റി കർത്താവ് പറയുന്നത് എങ്ങനെയാ? നിങ്ങൾ കുറേ നേരം പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നു, നിങ്ങൾ വിധവകളുടെ വീടുകൾ കൊള്ളയടിക്കുന്നു. ഇല്ലേ? വിധവകളുടെ ഭവനം വിഴുങ്ങുന്നു. നിയമജ്ഞരെ പറ്റി പറയാം. നിയമജ്ഞരെ നോക്കിക്കൊണ്ട് പറയാം, നിങ്ങൾ വിധവകളുടെ വീടുകൾ കൊള്ളയടിക്കുന്നു. ആ പറഞ്ഞ അതേ ദൈവം ഒരു വിധവ ഇട്ട പണം സ്വീകരിക്കുന്നു. അതെന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. വിധവയുടെ വീട് കൊള്ളയടിക്കുന്നു എന്ന് നിയമജ്ഞനെ നോക്കി പറയുമ്പോൾ ആ പറഞ്ഞ ദൈവം എന്ത് ചെയ്യണം? വിധവകളെ കഴിവതും അവരുടെ സമ്പാദ്യം സ്വീകരിക്കാതെ അവരെ മാക്സിമം സഹായിക്കണം. അങ്ങനെയല്ല ഒരു ദൈവം ചെയ്യേണ്ടത്. ഒരു മാനുഷിക ചിന്തയിൽ ദൈവം അങ്ങനെയല്ലേ ചെയ്യേണ്ടേ? പറഞ്ഞ ദൈവം ഇതെന്താ? ഇത് ഒരു വശത്ത് പറയുക നിങ്ങൾ വിധവകളെ കൊള്ളടിക്കുന്നു, മറുവശത്ത് ആ പറഞ്ഞ അതേ ദൈവം ഒരു വിധവയായിട്ട് കാണിക്കേണ്ടിട്ട് ചിരിക്കുന്നു.
അതെന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനതിരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കുക, കർത്താവ് ഇതെന്ത് ഇങ്ങനെ അങ്ങോട്ട് ഒന്നും ശരിയാവുന്നില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സജീഷൊക്കെ വന്നത്. സജീഷ് വന്നിട്ട് എന്നെ കുറേയൊക്കെ വിളിച്ചിട്ട് ഞാൻ വേറെ മൈൻഡ് ചെയ്യിക്കുക, എനിക്കൊന്നും മനസ്സിലായില്ല, ആരാ വന്നെന്ന് മനസ്സിലായില്ല. അവസാനം സജീഷ് കുറേ വിളിച്ചപ്പോഴാണ് അച്ചോ എന്നൊക്കെ വിളിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സജീഷാണ് വന്നതെന്ന്. പക്ഷേ എന്നാലും ഞാൻ ഇറങ്ങിപ്പോയില്ല. ഞാൻ ഇങ്ങനെ ആലോചിച്ച് കർത്താവ് ഇതെന്താ ഇങ്ങനെ കർത്താവിന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നൊരു ഉത്തരം എന്താണെന്നറിയാമോ? ആ ഉത്തരം എൻ്റെ പ്രിയമുള്ളവരെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ദേവാലയത്തിൽ കാണിക്ക കൊടുക്കുന്നുണ്ടല്ലേ? കാണിക്ക കൊടുക്കുന്നുണ്ട്. നിങ്ങൾ തരുന്ന കാണിക്ക ദേവാലയം ഈ ദേവാലയത്തിൻ്റെ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. ഇനി എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും ഒരു ചാരിറ്റി ചെയ്യാൻ ഉപയോഗിക്കും അല്ലേ? ഏതെങ്കിലും രോഗി സഹായമോ അല്ലെങ്കിൽ വിവാഹ സഹായമൊക്കെ വരുമ്പോൾ അത്യാവശ്യം അവർക്ക് പാവങ്ങളാണെങ്കിൽ ഇല്ലേ, ദേവാലയത്തിൻ്റെ ആ ഒരു അക്കൗണ്ടിൽ നിന്നും പൈസ കൊടുക്കും ഇല്ലേ? ഈ പണം ആരുടെ പണമാണ്? നിങ്ങൾ തന്നതാണേ, നിങ്ങൾ തന്നതാ. നിങ്ങൾ പള്ളിക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ പറയാം ഞാൻ പള്ളിക്ക് ഇത്ര കൊടുത്തു എന്ന് പറഞ്ഞാലും നിങ്ങൾ മനസ്സിലെന്ത് പറയും? ഇപ്പോൾ നിങ്ങളൊരു 1000 രൂപ അല്ലെങ്കിൽ 10,000 കുറഞ്ഞു വരും, 10,000 രൂപ ഈ പള്ളിക്ക് കൊടുത്തു എന്ന് വെച്ചോ, പള്ളിക്ക് കൊടുത്തു. നിങ്ങൾ ചിലപ്പോൾ പറയും അച്ഛാ ഞാൻ പള്ളിക്ക് ഒരു 10,000 രൂപ എൻ്റെ ഭാഗം നേർച്ചയായിട്ട് തരുന്നു. എന്നാൽ നിങ്ങൾ മനസ്സിൽ എന്ത് പറയും? ഞാൻ ആർക്ക് കൊടുത്തു എന്നാണ് പറയുന്നേ? ദൈവത്തിന് കൊടുത്തു എന്നല്ല നിങ്ങൾ പറയുന്നേ, ദൈവത്തിന് കൊടുത്തു എന്നാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അങ്ങനെയാണെങ്കിൽ ഈ വിധവ ആർക്കായിരിക്കും കൊടുത്തത്? ജെറുസലേം ദേവാലയത്തിലെ ഭണ്ഡാരത്തിലാണ് ഇട്ടെങ്കിലും ആർക്കായിരിക്കും കൊടുത്തേ? ദൈവത്തിനാണ് കൊടുത്തേ. മനസ്സിലായോ? നിയമജ്ഞർ എടുക്കുന്നേ ഉള്ളൂ, കൊടുക്കുന്നില്ല. ദൈവം എടുക്കുന്നുണ്ട്, തിരിച്ച് കൊടുക്കുന്നുണ്ട്. ഹല്ലേലൂയ. മനസ്സിലായോ? എനിക്ക് കിട്ടിയൊരു ഉത്തരവാദ. നിയമജ്ഞർ വിധവകളെ കൊള്ളയടിക്കും, അവർ എടുക്കത്തേ ഉള്ളൂ, എടുത്ത് കൊണ്ടുപോകും, തിരിച്ച് കൊടുക്കുന്നില്ല. പക്ഷേ കർത്താവ് എന്താ? നമ്മളൊരു പള്ളിക്കോ ആർക്കെങ്കിലും ഒരു പാവപ്പെട്ടവനോ ദൈവനാമത്തിൽ ഒരു സഹായം ചെയ്യുമ്പോൾ അത് ദൈവത്തിനാണ് കിട്ടുന്നത്. ദൈവം സ്വീകരിക്കും, അത് ദൈവം സ്വീകരിക്കുന്നുണ്ട്, അതേപോലെ തിരിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കിട്ടിയൊരു ഉത്തരവാദ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. അതുകൊണ്ട് ദാനധർമ്മം ചെയ്യാൻ എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ മടിക്കരുത്. ദേവാലയത്തിന് കൊടുക്കാനോ ദൈവശുശ്രൂഷയെ കൊടുക്കാനോ അല്ലെങ്കിൽ പാവങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം കൊടുക്കാനോ നമ്മൾ മടിക്കരുത്. ഇനി ഞാൻ ഈ വചനഭാഗം വായിച്ചപ്പോൾ നമ്മുടെ കത്തോലിക്ക സഭയുടെ തന്നെ വലിയ ബൈബിൾ പണ്ഡിതരായ മെത്രാന്മാരുടെയും വൈദികരുടെയും അവരുടെ കൂട്ടായ്മയിൽ നിന്ന് എഴുതിയ ഒരു ബൈബിൾ കമൻട്രി ഉണ്ട്. ആ കമൻട്രി ഉപയോഗിച്ചാണ് ഞാൻ ഈ വചനം ഒരുങ്ങിയത്. അപ്പോൾ ഈ വിധവയുടെ കാണിക്കയിൽ പറയുകയാണ്, വിധവയുടെ കാണിക്കയിൽ തുടങ്ങുന്നത് എങ്ങനെയാ? അനേക ധനവാന്മാർ ഇല്ലേ പണം ഇട്ടു, പക്ഷെ വിധവ ഇട്ട പണമാണ് ആര് കണ്ടത്? കർത്താവ് കാണുന്നത് ഇല്ലേ? അപ്പോൾ ധനവാന്മാരെ കർത്താവിന് വേണ്ട. ഈ പണക്കാർക്കോട് കർത്താവിന് ദേഷ്യമുണ്ടോ? പണക്കാർ ഇല്ലേ, സമ്പത്തുള്ളവർ ഇട്ടത് കർത്താവ് കണ്ടില്ല, ഒരു പാവപ്പെട്ട വിധവ ഇട്ടത് കർത്താവ് കണ്ട്. അതെന്താ? അപ്പോൾ ഞാൻ ഈ ബൈബിൾ കമൻട്രിയിൽ ബൈബിൾ പണ്ഡിതർ എഴുതി വെച്ചിരിക്കുകയാണ്, അതായത് നമ്മുടെ കയ്യിൽ ഉള്ളത് എത്രയാണോ അതനുസരിച്ച് നമ്മൾ ദാനധർമ്മം ചെയ്യണം. മനസ്സിലായോ? നമ്മുടെ കയ്യിൽ ഉള്ളതനുസരിച്ച് ദാനധർമ്മം ചെയ്യണം. ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇപ്പം ഞാനൊരു കൂലിവേലക്കാരനാണ്, ഒരു ദിവസത്തെ എൻ്റെ 1200 രൂപ ശമ്പളം ഉണ്ടെന്ന് വെച്ചാൽ എനിക്ക് 1200 രൂപ ശമ്പളം വാങ്ങിക്കുന്ന ഞാൻ വന്നിട്ട് എനിക്ക് 1200 രൂപ ശമ്പളം കിട്ടി, പള്ളിക്കൊരു 1000 രൂപ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് 1000 രൂപ പള്ളിക്ക് കൊടുത്ത് 200 രൂപ കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയാൽ ഞാൻ പറയും, ആ ബൈബിൾ വചനത്തിൻ്റെ ആ പഠനത്തിൻ്റെ വെളിച്ചത്തിൽ പഠിപ്പിക്കും, അത് തെറ്റാ. പള്ളിക്ക് കൊടുക്കണ്ടെന്നല്ല, ദേവാലയത്തിന് കൊടുക്കണ്ടെന്നല്ല, പാവങ്ങളെ സഹായിക്കേണ്ടെന്നല്ല, സഹായിക്കണം. പക്ഷേ നിന്നെ ആശ്രയിച്ച് കഴിയുന്ന ഒരു കുടുംബമുണ്ട്, നിന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടരുണ്ട്, നിന്നെ സ്നേഹിക്കുന്ന ഒരു കുടുംബം, ഒരു ഭവനമുണ്ട്. നീ അതിനെ മറന്നിട്ട് അവരെ പട്ടിണിക്കിട്ടിട്ട് നീ നാട്ടുകാരെ നന്നാക്കാൻ പോകരുത്. പലപ്പോഴും പല മനുഷ്യരും അങ്ങനെയാണല്ലോ. എനിക്കറിയാം, മെനഞ്ഞാന്ന് എന്നെ ഒരു ചെറുപ്പക്കാരൻ വിളിച്ചു. ഞാൻ നേരത്തെ നിന്ന പള്ളിയിലെ ഒരു ചെറുപ്പക്കാരനാണ്. അച്ഛ ഒന്ന് പ്രാർത്ഥിക്കണം, എൻ്റെ വീട് ജപ്തിയാകാറായി എൻ്റെ വീട്. പ്രാർത്ഥിക്കാനേ പറ്റൂ. കാരണം എനിക്കറിയാം ആ വീട് ജപ്തിയാകാനുള്ള കാരണം അവൻ തന്നെയാണ്, ആ മനുഷ്യൻ തന്നെയാണ്.
അവന് ഗൾഫിൽ ജോലി ഉണ്ടായിരുന്ന സമയത്ത് അവൻ കിട്ടുന്ന പൈസ എല്ലാം നാട്ടുകാർക്ക് കൊടുക്കും. നാട്ടുകാരുടെ കാര്യങ്ങൾ നോക്കാൻ, നാട്ടുകാരെ സേവിക്കുക. എല്ലാവരെയും, സ്വന്തം വീട്ടിൽ ഭാര്യയുണ്ട്, ഒരു മോളുണ്ട്, അതിനെ നോക്കാറില്ല. അത് പട്ടിണിയാണോ, അത് ഭക്ഷണം കഴിച്ചോ, അത് ഉറങ്ങിയോ, അത് ശ്രദ്ധിക്കാറില്ല. നാട്ടുകാരെ പോഷിപ്പിക്കാൻ നടന്നു. അവസാനം എന്ത് സംഭവിച്ചു? അവൻ്റെ വീട് ജപ്തിയായപ്പോൾ ഈ നാട്ടുകാർ ഒരുത്തനും വന്നില്ല അവനെ രക്ഷിക്കാൻ. അതാ പറയുന്നത്, എൻ്റെ മക്കളെ, നമ്മൾ ദാനധർമ്മം ചെയ്യണം, നമ്മൾ മറ്റുള്ളവരെ സഹായിക്കണം എന്നല്ല, സഹായിക്കണം. ഈശോ അത് ആഗ്രഹിക്കുന്നത്. ക്രിസ്തു ജീവിതം അത് തന്നെ. അതാണല്ലോ ഈശോ പറഞ്ഞത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുവിൻ, അല്ലേ? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുവിൻ. അപ്പോൾ ഈശോ അതാ ആഗ്രഹിക്കുന്നത്. പക്ഷേ എൻ്റെ കയ്യിലുള്ളത് വെച്ച് വേണം ഞാൻ മറ്റുള്ളവരെ സഹായിക്കേണ്ടത്. ഞാനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സമൂഹമുണ്ട്, എന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കുടുംബം ഉണ്ടെങ്കിൽ അവരെ മറന്നിട്ടൊരിക്കലും ഞാൻ നാട് നന്നാക്കാൻ ഇറങ്ങരുത്. ഇതെന്നെ കാണുന്നവരോടും കേൾക്കുന്നവരോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം അതാ. ഈ വിധവയുടെ കാണിക്കയിൽ വചനം കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന ഈ ഒരു കാര്യമാണ്. പാവങ്ങളെ സ്വീകരിച്ചു, പണക്കാരെ ഉപേക്ഷിച്ചു, അതല്ല. നിൻ്റെ കയ്യിലുള്ളത് കൊണ്ട് നീ ദാനധർമ്മം ചെയ്യണം. മനസ്സിലായോ? ദാനധർമ്മം ചെയ്യണം. നമുക്ക് ഈ ഒരു ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കാം. ഒരു വചനം കൂടെയുണ്ട്, റോമർ 12:3. ഒന്നെടുക്കാമോ? റോമർ 12:3 ഞാൻ വായിക്കാം, നിങ്ങളെടുത്താൽ മതി. റോമർ 12:3. എനിക്ക് ലഭിച്ചിരിക്കുന്ന, പൗലോസ് ശ്ലീഹ പറയുകയാണേ, എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപയാൽ പ്രേരിതനായി നിങ്ങളോട് ഞാൻ പറയുന്നു, ഉള്ളതിലധികം മേന്മ ആരും ഭാവിക്കരുത്, മറിച്ച് ദൈവം ഓരോരുത്തർക്ക് നൽകിയിരിക്കുന്ന വിശ്വാസത്തിൻ്റെ അളവനുസരിച്ച് വിവേകപൂർവ്വം ചിന്തിക്കുവിൻ. കണ്ടോ? ഉള്ളതിലധികം മേന്മ നീ ഭാവിക്കരുത്. ദൈവം നിനക്ക് തന്നൊരു വിശ്വാസമുണ്ട്, ദൈവം നിനക്ക് തന്നൊരു സമ്പത്തുണ്ട്, ദൈവം നിനക്ക് തന്ന സൗകര്യമുണ്ട്. അതനുസരിച്ച് എങ്ങനെ വിവേകത്തോടെ ജീവിക്കാനാ? വിവേകം വേണം. അല്ലാതെ എന്ത് കിട്ടിയാലും ഇരിക്കട്ടടാ അങ്ങ് കൊടുത്ത് നീ പട്ടിണി കിടന്നില്ല, എൻ്റെ ഭാര്യ പട്ടിണിയായിട്ട് എൻ്റെ മക്കളെ പട്ടിണിയാക്കിയിട്ട് വിടരുത്. അങ്ങനെ വിടരുത്. മനസ്സിലായോ? നമുക്ക് എഴുന്നേക്കാം.